ഗൈസ് നമുക്കറിയാലോ യാൻ ദന്ത എന്ന് പറയുന്ന ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ OCI കാർഡ് ഹോൾഡർ ആയിട്ടുള്ള താരം ഇപ്പോൾ കളിക്കുന്നത് റോസ് കൗണ്ടി എന്ന് പറയുന്ന സ്കോട്ടിഷ് പ്രീമിയർഷിപ്പിലാണ്, അഥവാ സ്കോട്ടിഷ് ടോപ്പ് ടയറിലാണ്. നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. റിയോ ഫെർഡിനാഡൊക്കെ അടക്കം ഈ ഒരു താരത്തെപ്പറ്റി പ്രകീർത്തിച്ചിട്ടുള്ളതും ഒക്കെ പറഞ്ഞാണ്. അവിടുത്തെ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്, ഒരു ഫസ്റ്റ് 11-ൽ സ്ഥിരമായിട്ട് കളിക്കുന്നതൊക്കെ ഒരു പ്ലെയറാണ് എന്നുള്ളത് അറിയാം. ഏതായാലും ഈ ഒരു ക്ലബിലേക്ക് മറ്റൊരു ഇന്ത്യൻ ഒറിജിൻ കൂടി എത്തുന്നു എന്നുള്ളതാണ്. ബ്രാൻഡൻ ഗേല എന്ന് പറയുന്ന 18-കാരനായിട്ടുള്ള മിഡ്ഫീൽഡറാണ് ഇപ്പോൾ ഒരു ലോൺ മൂവിൽ ഈ ഒരു റോസ് കൗണ്ടി എന്ന് പറയുന്ന ക്ലബിലേക്ക് യാൻ ദന്തയ്ക്കൊപ്പം ഈ ഒരു ബാക്കിയുള്ള സീസണിൽ കളിക്കാൻ പോവുക എന്നുള്ളതാണ്. ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ ബിർമിംഗ്ഹാം സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബുണ്ട്, അവിടുത്തെ ഇംഗ്ലണ്ടിലെ ക്ലബ്ബാണ്. അവരുടെ ഒരു അക്കാഡമിക് പ്രൊഡക്റ്റാണ്. ആ ഒരു ക്ലബിന് വേണ്ടി അദ്ദേഹം ഒരു സീനിയർ അരങ്ങേറ്റമൊക്കെ നടത്തി കഴിഞ്ഞു. അതായത് ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിൽ, അതായത് സെക്കൻഡ് ടയറിൽ, അതുപോലെ കർബാവോ കപ്പിലും അദ്ദേഹം ഒരു മത്സരം കളിച്ചു. ഈ 2 മത്സരങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് അദ്ദേഹം വന്ന് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ബിർമിംഗ്ഹാം എന്ന് പറയുന്നൊരു ക്ലബിൻ്റെ ചരിത്രത്തിൽ തന്നെ അവരുടെ ഒരു സീനിയർ ടീമിൽ കളിച്ചിട്ടുള്ള ആദ്യത്തെ ബ്രിട്ടീഷ് സൗത്ത് ഏഷ്യൻ പ്ലെയർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്ലെയർ കൂടിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു താരത്തെ പറ്റി പറയുന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞു, വളരെ യങ് ആയിട്ടുള്ളൊരു താരമാണ്. ഈ ഒരു ബിർമിംഗ്ഹാമിൽ ഇദ്ദേഹത്തിൻ്റെ കോച്ച് മുമ്പ് ഒരു അഭിമുഖത്തിലോ മറ്റോ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു താരത്തെ പറ്റി. അതായത് വളരെ ടെക്നിക്കൽ സ്കില്ലുള്ള പ്ലെയറാണ്, അതുപോലെ തന്നെ ഗോൾ അടിക്കാനും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് ആകാനും ഒക്കെ ഒരേപോലുള്ളൊരു കേപ്പബിലിറ്റി ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതിലും ഇദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഇന്ന് നോക്കിയ സമയത്ത് ഒരു സെൻട്രൽ മിഡ്ഫീൽഡറാണ് എന്നുള്ളതൊക്കെയാണ് കാണിച്ചത്. പക്ഷേ ഈ 2 ക്വാളിറ്റിയും ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആകാനുള്ള സാധ്യതയുമുണ്ട്. അതിലും കഴിഞ്ഞ വർഷവും മറ്റോ ആണ് ഈ ഒരു താരത്തിന് ബിർമിംഗ്ഹാം സിറ്റി ഒരു ലോങ് കോൺട്രാക്ട് കൊടുക്കുന്നത്, അതായത് 2027 വരെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ജനുവരിയിലേക്ക് ഒരു ലോണിൽ വിടുകയാണ്, ഒരു ഡെവലപ്മെൻറ്റൽ പർപ്പസിന് വേണ്ടി ഈ ഒരു സീസൺ അവസാനിക്കുന്നവരെ. അതിനുശേഷം വീണ്ടും ഒരു താരത്തെ ഒരു പെർഫോമൻസ് ബേസിലൊക്കെ തിരിച്ചെത്തിച്ച് ചിലപ്പം ഈ ഒരു ബിർമിംഗ്ഹാമിലൂടെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനാണ് സാധ്യത. അതിലും ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേരൻസിൻ്റെയൊക്കെ ഒരു തായ്വേരെന്ന് പറഞ്ഞാൽ പഞ്ചാബാണ്, സിക്ക് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ OCI കാർഡ് ഹോൾഡറാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റൂൾ ചേഞ്ച് ചെയ്താൽ, അതായത് OCI താരങ്ങളെ നാഷണൽ ടീമിൽ കളിക്കാമെന്ന് പറയുന്നൊരു റൂൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റുന്നൊരു താരമാണ്. അതും ഒരു എന്താ പറയുക, ഒരു ടോപ്പ് ടയറിൽ കളിക്കുന്നു, അല്ലെങ്കിൽ അത്രയും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗിൽ കളിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നാലും കളിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് ചാമ്പ്യൻഷിപ്പിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനൊരു കാര്യം നടന്ന സമയത്ത് നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിക്കാൻ തോന്നി ചെയ്തതാണ്. സോ എന്താണെങ്കിലും ആ ഒരു റൂൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി പ്ലേയേഴ്സിനൊക്കെ എടുപ്പം നമുക്ക് AFC ഏഷ്യൻ കപ്പൊക്കെ കാണാം. എത്രയോ ടീമിലാണ് ഇതേപോലത്തെ അവരുടെ ഒറിജിൻ പ്ലേയേഴ്സ് കളിക്കുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നതാണ്. സോ അങ്ങനെ ചേഞ്ച് ഉണ്ടാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഒപ്പീനിയൻ ഉറപ്പായും കമ്പോസ് ചെയ്യാൻ ഒരു കാണിക്കുകയാണ് സനിയ.